നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. കർഷകരെ കരണ്ടു തിന്നുന്ന വൈദ്യുതി ബോർഡ്. പമ്പിംഗ് നടത്തിയതിന്റെ വൈദ്യുതി ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ചൂലുകൊണ്ടടിച്ചാൽ മാറുന്നതാണോ തലയിലെ മാലിന്യം? ഇന്ത്യയിലെ ഭരണാധികാരികളുടെ തലയിലാണ് മാലിന്യമെന്ന അഡ്വക്കേറ്റ് പ്രതിഭാഹരി. മരുന്നിന് പോലും മരുന്നില്ലാതെ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി. മരുന്ന് ആവശ്യപ്പെടുന്നവർക്ക് ORS ഫ്രീ. ആനവണ്ടിയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും മന്തിയുറക്കം കടത്തിണ്ണയിൽ. കാവാലം ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറി KSRTC ജീവനക്കാർക്ക് തുറന്നു കൊടുക്കണമെന്ന് കാവാലം സൂര്യ ക്ലബ്ബ്. വാർത്തകൾ വിശദമായി. കൈനകരിയിലെ കർഷകർക്ക് ഇരുട്ടടിയായ വൈദ്യുതി ബിൽ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. പമ്പിംഗ് നടത്തിയെങ്കിലും കൃഷിയിറക്കാൻ കർഷകർക്ക് കഴിയാതിരുന്നത് പ്രകൃതിക്ഷോഭത്തെ തുടർന്നാണ്. പമ്പിംഗ് നടത്തിയതാകട്ടെ പാടശേഖരങ്ങളിലെ പുറംബണ്ടിൽ താമസിക്കുന്നവരെ സംരക്ഷിക്കാനും. കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ പമ്പിംഗിന്റെ വൈദ്യുതി ചാർജ് കർഷകർ വഹിക്കണമെന്ന് പറയുന്നതിലെ ന്യായമെന്താണെന്നും അദ്ദേഹം ചോദിച്ചു. നെടുമുടി പാലത്തിന് സമീപം കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസിനസ് ആകട്ടെ, തൊഴിലാകട്ടെ, എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനെയൊക്കെ പരിപോഷിപ്പിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും അധികം തൊഴിൽ നൽകിയത് റെയിൽവേ ഒന്നുമല്ല. റെയിൽവേ കൊടുത്തതിനേക്കാൾ 10 മടങ്ങ് ആളുകൾക്ക് ജോലി നൽകിയിട്ടുള്ള ഒരു മേഖലയല്ലേ കൃഷി. റെയിൽവേ കൊച്ചാക്കല്ല, പക്ഷേ റെയിൽവേ പോലെയോ അതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണേണ്ട അടിസ്ഥാന മേഖലയായ കൃഷിക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം വളരെ വലുതായ ഹോംവർക്ക് ഈ കാര്യത്തിൽ നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ നടക്കും. ഇന്ത്യൻ പാർലമെന്റില് റെയിൽവേ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് റെയിൽവേ ബഡ്ജറ്റിനെ കുറിച്ച് 5 ദിവസമെങ്കിലും ചർച്ച നടക്കുമ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്, പൊതു ബഡ്ജറ്റ് ഒരു 7 ദിവസം ചർച്ച നടക്കുമ്പോൾ കൃഷിക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കിട്ടുന്നത് തുലവും 2 മണിക്കൂർ മാത്രമാണ്. അതും പലപ്പോഴും നടക്കില്ല. ഇപ്പൊ 2 മണിക്കൂർ മാത്രം കൃഷിയെപ്പറ്റി ചർച്ച ചെയ്താൽ മതിയോ ഇന്ത്യ? വാസ്തവത്തിൽ അത്ര ചെറിയ ഒരു ശ്രദ്ധ മാത്രം ഈ പ്രധാനപ്പെട്ട മേഖലയ്ക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റില് കൃഷിക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റ് എന്ന ആശയം നമ്മൾ വെച്ചിട്ടുള്ളത്. റെയിൽവേ ബജറ്റ് എന്നതുപോലെ കർഷക ബജറ്റ് നടപ്പിലാക്കുക എന്നതാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. റെയിൽവേയേക്കാൾ എത്രയോ മടങ്ങ് തൊഴിൽ നൽകുന്ന കൃഷിയെക്കുറിച്ച് പാർലമെന്റിലും നിയമസഭകളിലും ചർച്ചകൾ മണിക്കൂറുകൾ മാത്രമാണ്. കാർഷിക ബജറ്റ് എന്ന ആശയത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കർഷകരിൽ നിന്നും മന്ത്രിമാർ, MP-മാർ എന്നിവരിൽ നിന്നുമൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും PC തോമസ് പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി അഞ്ചിൽ അധ്യക്ഷനായി. ജോൺ ജേക്കബ് ഊരാമേലിൽ, PJ ബാബു, ജോർജ് ജോസഫ്, തങ്കച്ചൻ പടിഞ്ഞാറേക്കളം, ജസ്റ്റിൻ രാജ്, KP കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മീനപ്പള്ളി, കനകശ്ശേരി, പുത്തൻതരം, കൂലിപ്പുരയ്ക്കൽ, ബാവക്കാട്ട്, ചേന്നങ്കരി, സോമപുരം, പുല്ലുകാട് തുടങ്ങിയ പാടശേഖരങ്ങളിലെ കർഷകർ കർഷക സദസ്സിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഭരണാധികാരികളുടെ തലയിലാണ് മാലിന്യം. ക്ലീൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ചൂലുമെടുത്തിറങ്ങുന്ന പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഭരണാധികാരികളുടെ തലയിലെ മാലിന്യം തുടച്ചു നീക്കാൻ കഴിയുകയെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി. 60% ദരിദ്രനാരായണന്മാർക്ക് ഇന്ത്യയിൽ കക്കൂസില്ല. മേൽക്കൂരയും മറയുമില്ലാതെ കഴിയുന്ന ഇവർക്ക് സ്വപ്നം കാണുവാൻ പോലുമുള്ള അവകാശമില്ല. ഈ അവസ്ഥയിൽ മാലിന്യമാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന പ്രചാരണം മാധ്യമ ശ്രദ്ധ നേടുവാനാണ്. CPM ചമ്പക്കുളം ലോക്കൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രധാനമന്ത്രി എപ്പോഴെങ്കിലും പ്രസംഗിക്കാൻ വന്നാൽ നിങ്ങൾക്കറിയാം ക്ലീൻ ഇന്ത്യ എന്ന് പറയുന്നത് കേൾക്കാം അല്ലേ? ഇപ്പം മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യ മഹാരാജ്യം നേരിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാലിന്യത്തിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ റേഡിയോയിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ചൂലുമെടുത്തിറങ്ങുന്നത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്. രാജ്യ ഭരണാധികാരി എന്ന നിലയിൽ എല്ലാവരോടും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഭാഗമായി വരുന്ന ഭരണകർത്താക്കൾ നടത്തുന്ന നയങ്ങൾ, ജനങ്ങൾക്ക് എതിരല്ലാത്ത നയങ്ങളിലെല്ലാം നമ്മൾ സഹകരിക്കുന്നവരാണ്. ഇന്ത്യയുടെ മാലിന്യം മാറണം നമ്മൾ ആഗ്രഹിക്കുന്നു.
പക്ഷേ ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രി ചൂലെടുത്തിറങ്ങിയാൽ മാറുന്ന മാലിന്യമല്ല ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുള്ളത്. ഭരണാധികാരികളുടെ തലയിലാണ് മാലിന്യം. ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളുടെ തലയിലെ മാലിന്യം എങ്ങനെയാണ് തുടച്ചു നിൽക്കാൻ കഴിയുക? നാട്ടിലെ ജനങ്ങൾ 60-70% പട്ടിണിക്കാരായിട്ടുള്ള നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാതെ, അവരുടെ പട്ടിണിക്ക് യാതൊരു പരിഹാരവും കാണാതെ, ഭക്ഷ്യസുരക്ഷിതത്വം ഇവിടെ നടപ്പാകാതെ മുന്നോട്ട് പോകുന്ന ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് മാലിന്യം മാത്രം പ്രശ്നമാകുന്നത്? രാജ്യത്തെ 60%-ലധികം വരുന്ന ജനങ്ങൾക്ക് കക്കൂസില്ലാത്തവരാണ് ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്നതെന്ന് ശ്രീമാൻ ജയറാം രമേശ് വിളിച്ചു പറയുകയാണ്. കക്കൂസില്ലാതെ, സ്വപ്നം കാണാൻ കഴിയാതെ, ഒരു മേൽക്കൂരയില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരാണോ മാലിന്യത്തിനെതിരെ പ്രതികരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം അദ്ദേഹം ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ പ്രാഥമിക സൗകര്യം നിറവേറ്റാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെക്കാനല്ലേ അദ്ദേഹം ആദ്യം തയ്യാറാണ്. ചൂലും കൊണ്ടിറങ്ങിയല്ല. ഇന്ത്യയിൽ 1 മിനിറ്റിൽ 2 പേർ ക്ഷയരോഗം വന്ന് ഭരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ പ്രഥമ പൌരനാണ്. ഇന്ത്യയിൽ 2ാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമായിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി പറയുന്നത്. ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാനല്ല, മറിച്ച് ഇന്ത്യയിലെ ദുഷിച്ച ഭരണത്തിനെതിരെയുള്ള സമരാഹ്വാനമാണ് അദ്ദേഹം നടത്തിയതെന്നും അവർ പറഞ്ഞു. ചമ്പക്കുളം ബസ് സ്റ്റാൻഡ് സമീപം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ PJ സേവ്യർ അധ്യക്ഷനായി. ജി പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, K പ്രകാശ്, KG അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ മരുന്നിന് പോലും മരുന്നില്ല. മരുന്നുകുറിപ്പുമായി ഫാർമസിയിൽ എത്തുന്ന രോഗികളോട് ORS മാത്രമേ ഇവിടെ ഉള്ളുവെന്നും വേണമെങ്കിൽ ORS തരാമെന്നുമാണ് ഫാർമസി ജീവനക്കാർ പറയുന്നതെന്ന് രോഗികൾ. മരുന്നില്ലാത്തതിന്റെ കാരണം തിരക്കുമ്പോൾ ഡ്യൂട്ടി ഡോക്ടർമാർ രോഗികളോട് തട്ടിക്കയറുന്നതായും പരാതി ഉയരുന്നുണ്ട്. മാസങ്ങളായി പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് ദാരിദ്ര്യം തുടരുകയാണ്. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും അഭാവം നിമിത്തം രോഗികൾ വലയുമ്പോഴാണ് മരുന്ന് ദൗർലഭ്യവും അനുഭവപ്പെടുന്നത്. അതേസമയം 2 ദിവസത്തിനുള്ളിൽ മരുന്ന് ദൗർലഭ്യം പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രകാശ് പറഞ്ഞു. ഇവിടെ ചില മെഡിസിന് ഷോർട്ടേജ് ഉണ്ട്. അത് ഷോർട്ടേജ് ഉള്ളത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ തന്നെ ഈ മെഡിസിൻ ഷോർട്ടേജാണ്. DMOയിൽ നിന്ന് അത് പരിഹരിക്കുന്ന ഒരു ഫണ്ട് വന്നിട്ടുണ്ട്. NSC നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം ഈ മെഡിസിൻ ഞങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിക്കുന്നതാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ്. വളരെ ആവശ്യമായ മരുന്നുകളാണ്. വളരെ അത്യാവശ്യമുള്ള മരുന്നുകളാണ്. ഇതെല്ലാം വളരെ അത്യാവശ്യമുള്ള മരുന്നുകളാണ്. എന്നത്തേക്ക് നാളെയും മറ്റന്നാളും ഇത് ഞങ്ങൾ അവൈലബിൾ ആണ്. വെളിയനാട് ബ്ലോക്ക് മെമ്പർ PC മോനിച്ചൻ, PV മോഹനൻ, ശിവാനന്ദൻ, PG കമലാസനൻ, MM ജേക്കബ് എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് അടിയന്തരമായി മരുന്ന് എത്തിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് സൂപ്രണ്ട് സമ്മതിച്ചത്. കുട്ടനാട്ടിൽ എടത്വാ കഴിഞ്ഞാൽ KSRTCയുടെ സ്റ്റേ ബസ് ഉള്ളത് കാവാലത്ത് മാത്രമാണ്. ഇത് നേടിയെടുത്തത് കാവാലത്തെ ജനങ്ങളുടെ ഐതിഹാസികമായ സമരത്തിലൂടെയാണെന്ന് സൂര്യ ക്ലബ്ബ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ G ഹരികൃഷ്ണൻ. കഴിഞ്ഞ 1 മാസമായി ബസ് ജീവനക്കാർ സമീപത്തെ കടത്തിണ്ണയിലാണ് അന്തിയുറങ്ങുന്നത്. ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് ഹൈക്കോടതി വിധിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനുള്ളിൽ മത്സ്യവിപണന കേന്ദ്രം തുടങ്ങാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാവാലം ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ബസ്സുകൾക്കെതിരായി പിന്നീട് വാലടിയിലും നാരകത്രയിലും കൃഷ്ണപുരത്തും കാവാലത്തും നടന്ന ഐതിഹാസികമായ സമരങ്ങളെ തുടർന്ന് KSRTC നമുക്ക് നൽകിയ സംഭാവനയാണ് ഈ 4 ബസ്സുകൾ. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഡിപ്പോ ഇല്ലാത്ത മറ്റൊരു പ്രദേശത്തും 4 സ്റ്റേ ബസ്സുകൾ പോയിട്ട് ഒരു സ്റ്റേ ബസ് പോലും ഇല്ല. കുട്ടനാട്ടിലെ അവസ്ഥ നോക്കുക. ഏറ്റവും കൂടുതൽ KSRTC ചങ്ങനാശ്ശേരി ഡിപ്പോയ്ക്ക് കളക്ഷൻ ലഭിക്കുന്ന പുളിങ്കുന്നിൽ ഒരു സ്റ്റേ ബസ് പോലും ഇതുവരെയില്ല. എന്നാൽ കാവാലത്ത് 4 സ്റ്റേ ബസ്സുകൾ കിട്ടിയത് ഇവിടുത്തെ ജനങ്ങൾ KSRTCക്ക് വേണ്ടി നടത്തിയ, കേരളത്തിൽ തന്നെ KSRTCക്ക് വേണ്ടി നടത്തിയ, ജനങ്ങൾ ഒന്നടങ്കം നടത്തിയ സ്വകാര്യ ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ട് നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ലഭിച്ച ആ നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 13 വർഷക്കാലമായി അതിനോട് മുഖം തിരിഞ്ഞ സമീപനമാണ് നടത്തിയത് എന്ന് വളരെ ദുഃഖത്തോടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാവാലം സൂര്യ ക്ലബിന് സമീപത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ, വിവിധ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ എന്നിവരും മാർച്ചിന് നേതൃത്വം നൽകി. കാവാലം ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറി ജീവനക്കാർക്ക് തുറന്നുകൊടുക്കുക, ബസ് സ്റ്റാൻഡിൽ മീൻചന്ത തുടങ്ങാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും.
+2 വിഷയത്തിലുണ്ടായ കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ഗവൺമെന്റിന്റെ നയങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇതിനാണ് കൂടുതൽ ബാച്ചുകളും കോഴ്സുകളും അനുവദിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ മന്നം കലാകായികമേള ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർക്കോഴ വിവാദത്തിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടന്നുവരികയാണെന്നും തെളിവുകൾ കൈവശമുള്ളവർ അത് അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനറൽ സെക്രട്ടറി തന്നെ അങ്ങേക്കെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ ഉയർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷം ഒരു മഞ്ഞുരുകയോ ഇപ്പം അല്ല, എന്നും NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണല്ലോ, അത് യാതൊരു സംശയമില്ല. അത് വളരെ വർഷങ്ങളുടെ ബന്ധമാണ്, അത് എന്നും നിലനിൽക്കും. വിദ്യാഭ്യാസ വിഷയങ്ങൾ NSSന് സർക്കാരിനെതിരെ ചില ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് അങ്ങനെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് ആ സർക്കാരിനൊരു തിരിച്ചടിയായിട്ടാണ് +2 വിഷയത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഉള്ള ചർച്ചകൾ അല്ല, സർക്കാരിന് തിരിച്ചടിയല്ല, അത് സർക്കാരിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ തന്നെയായിരുന്നു. കോടതി തന്നെയാണ് അത് മാറ്റിയത്. ഇപ്പോൾ സുപ്രീം കോടതി 10 പേർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. അത് ഗവൺമെന്റിന്റെ നയങ്ങൾക്കുള്ള അംഗീകാരമാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് അല്ലല്ലോ വേണ്ടെന്ന് വെച്ചത്, ഗവൺമെന്റ് എല്ലാവർക്കും കൊടുക്കാനാണ് തീരുമാനിച്ചത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ബാച്ചുകളും കോഴ്സുകളും കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഹൈക്കോടതിയാണ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ അത് സുപ്രീം കോടതി അതിന് എതിരായ ഒരു റൂളിംഗ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ നിലപാടിനുള്ള അംഗീകാരമാണ്. ബാർക്കോഴ വിഷയത്തിലെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല ദർശനത്തിനായി 41 ദിവസം വ്രതമെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യപ്പനെ കാണുമ്പോൾ കണ്ണടയ്ക്കുന്നു. അപ്പോൾ ദൈവവും ഭക്തനും ഒന്നായി മാറുന്നുവെന്ന് നിയുക്ത ശബരിമല മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി. വിനോദത്തിനായി മലചവിട്ടുന്നവരാണ് മകരജ്യോതിയും മറ്റും കണ്ട് നിർവൃതിയടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KCBയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ പൂർണ്ണരൂപം ഞായറാഴ്ച കാണാം. ശബരിമലയ്ക്ക് 40 ദിവസം അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് വ്രതാചാരണങ്ങളോട് കൂടിയിട്ട് അങ്ങനെ വന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്ന് അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം താണ്ടി അങ്ങനെ ശബരിമലയ്ക്ക് നടയിലേക്ക് എത്തുന്നൊരു ഭക്തൻ ആ നടയിലങ്ങോട്ട് എത്തുമ്പോൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ഈ കണ്ണടക്കുന്ന അയ്യപ്പനെ കാണ്ടാച്ചിട്ടല്ല, മാനസികമായ സമർപ്പണം അയ്യപ്പനും കൂടി ഒന്നാവുകയാണ്. എന്നുവെച്ചാൽ ആ ഒരു ഇതിലേക്കാണ് ലയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഒരു ഭക്തൻ അവിടെ മറ്റേ മകരജ്യോതി കാണുന്നത് ആ തങ്കി ചാർത്തിരിക്കുന്ന അയ്യപ്പനെയാണ് അവിടെ കാണുള്ളൂ. അല്ലാണ്ട് ഒരു വിനോദമായിട്ടുള്ള ശൈലിയിൽ കുറച്ച് പോണവരാണ് മറ്റിച്ച് കാണുന്നത്. അവരാണ് ഈ മറ്റത് കത്തിക്കലായിട്ട് മറ്റുള്ളൂ. മറ്റവർക്ക് ആ അയ്യപ്പനെ അവിടെ കാണാൻ പറ്റുള്ളൂ, അങ്ങനെ കാണുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു.
ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കൈനഗരിയുടെ വികസനത്തിന് മുണ്ടയ്ക്കൽ പഞ്ചായത്ത് കടവ് ബേക്കറി ജംഗ്ഷൻ പാലങ്ങൾ അനിവാര്യമാണെന്ന് ജനതാദൾ സെക്യുലർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം KC തോമസ് പറഞ്ഞു. മൂന്നാറ്റിൻമുഖം മുതൽ ആറ്റുതീരം വഴി ചെറുകായൽ കായൽ വരെയുള്ള വാഹന ഗതാഗതത്തിന് ബേക്കറി ജംഗ്ഷൻ പാലം അത്യാവശ്യമാണ്. ചില സ്ഥാപിത താൽപര്യക്കാരും സർക്കാർ ഭൂമി കയ്യേറിയവരും കൈനഗരിയിലെ ഈ 3 പാലങ്ങളുടെയും നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൈനഗരി ഗ്രാമപഞ്ചായത്തിൽ കിഴക്കൻ മേഖലാ വികസനത്തിന് കിടങ്ങറായിലെ KC പാലവും കുരിശുമൂട് പാലവും പോലെ കൈനേരി ആറിന് കുറുകെ പഞ്ചായത്ത് കടവിലും മുണ്ടയ്ക്കലും വലിയ പാലങ്ങളും മൂന്നാറ്റുമുഖം മുതൽ ആറ്റുതീരം വഴി ചെറുകായൽ വരെ ചെറുവാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് ബേക്കറി ജംഗ്ഷൻ പാലവും അനിവാര്യമാണ്. ചില സ്ഥാപിത താൽപര്യക്കാരും സർക്കാർ ഭൂമി കയ്യേറിയവരും പരസ്പരം പാലങ്ങളുടെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെ ജനമുന്നേറ്റം സംഘടിപ്പിക്കും. ആവശ്യമെന്ന് കണ്ടാൽ കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും ഫയൽ ചെയ്യും. പാലങ്ങൾക്ക് പണം മുടക്കുന്ന സർക്കാരാണ്. യേശു കർത്താവിന്റെ പാത പിന്തുടർന്ന് മനുഷ്യർക്കിടയിൽ നന്മ ചെയ്ത് ജീവിതം നയിച്ച കൈനരിക്കാരനായ ചാവറ പിതാവിനെ വിശുദ്ധനെന്ന് പ്രഖ്യാപന ദിനം കാതോർത്ത് ലോകം നിൽക്കുമ്പോൾ ചിലർ നടത്തുന്ന പ്രസ്താവനകൾ ശരിയായില്ല. മുണ്ടയ്ക്കൽ പാലത്തിന് 22 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. പാലത്തിന് ആവശ്യമായ ഭൂമിയുടെ സമ്മതപത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ മതി. മുണ്ടയ്ക്കൽ നിന്ന് ചാവറ ഭവനിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന് റോഡ് സമ്പാദക സമിതി രൂപീകരിക്കുന്നതിന് കഴിഞ്ഞ തിങ്കളാഴ്ച ചാവറ ഭവനത്തിൽ ഗ്രാമപഞ്ചായത്ത് യോഗം വിളിച്ചിരുന്നു. എന്നാൽ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ യോഗം മാറ്റിവെക്കുകയായിരുന്നു. ആൾ കേരള CBSE തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആലപ്പുഴ നഗരചിത്രത്തിൽ 2 ദിവസങ്ങളായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നുള്ള 500ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. തായ്ക്കൊണ്ട അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് ചീഫ് KK ബാലചന്ദ്രൻ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. കുട്ടികൾക്ക് നവ്യാനുഭവമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസ്. മങ്കൊമ്പ് അവിട്ടംതിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആദിമകാല മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം മുതൽ മൃഗങ്ങളുമായി അധികം ഇടപഴകിയാലുണ്ടാകുന്ന രോഗങ്ങൾ വരെ ബോധവൽക്കരണ ക്ലാസിൽ ചർച്ചാ വിഷയമായി. മങ്കൊമ്പ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ചന്ദ്രമോഹനും ഡോക്ടർ സുമി ചെറിയാനുമാണ് കുട്ടികൾക്ക് ക്ലാസുകൾ നയിച്ചത്. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വരും കാലങ്ങളിൽ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഡോക്ടർ ചന്ദ്രമോഹൻ പറഞ്ഞു. ഈ വർഷം മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഒരു ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടന്നത്. ഒരു ക്ലാസും അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്വിസുമാണ് നടത്തിയത്. നിങ്ങൾ തന്നെ കണ്ടതുപോലെ മൃഗസംരക്ഷണ മേഖലയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുള്ള ഒരു ക്ലാസും അതിൻ്റെ ക്വിസും നടത്തി. കുട്ടികൾക്ക് അറിയാമായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാളൊക്കെ ഉപരി മൃഗങ്ങളോടുള്ള അവരുടെ ഒരു മനോഭാവത്തിൽ വളരെ നല്ലൊരു വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മങ്കൊമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികളാണ് ക്ലാസിൽ പങ്കെടുത്തത്. ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പ്രത്യേകിച്ച് പറയേണ്ട ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ മിക്കവരും ഈ പട്ടി, പൂച്ച അവരെയൊക്കെ കല്ലെറിയുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഈ ക്ലാസ്സിലൂടെ തന്നെ അവയൊന്നും കല്ലെറിയൽ, അവയെ നമ്മളെപ്പോലെ തന്നെ കാണേണ്ടതുണ്ട് എന്നൊരു ഇത് മനസ്സിലായി. ഞങ്ങൾക്ക് മൃഗങ്ങളെ പറ്റി കൂടുതലും കണ്ടെത്താനായി. അതേസമയം സാർ ഞങ്ങൾക്ക് പേവിഷബാധയെ പറ്റിയും ഈ ഓരോ രോഗാണുക്കളെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നു.
ഇതിലൂടെ വളരെ ഉപകാരമായി. പിന്നെ ഈ പട്ടി ഉടനെ കടിക്കുമ്പോൾ നമ്മൾ പലതും പറയും, പട്ടിക്ക് നാരങ്ങ കൊടുക്കണം, അതിന്റെ പേവിഷബാധ ഉണ്ടോ എന്നൊക്കെ അറിയണമെന്നൊക്കെ പറയും. അതെല്ലാം വെറും കള്ളങ്ങളാണ്, അങ്ങനെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ മനസ്സിലായി. പട്ടി കടിച്ചാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്ര മുറിവാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ പോയി കാണണം. KC വിനോസ്, മങ്കമ്പ്. 35ാമത് മന്നം കലാകായിക മേളയ്ക്ക് തുടക്കമായി. 4 ദിവസമായി നടക്കുന്ന മേളയിൽ 3500ഓളം കലാകായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. ശനിയാഴ്ച രാവിലെ മന്നം സമാധി മണ്ഡപത്തിൽ നിന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് NSS കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദൂരക്കാഴ്ചയുണ്ടായിരുന്ന ചരിത്രത്തിന് മുമ്പേ നടന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഭാരതത്തിന്റെ ശ്രീ മന്നത്തുവർമ്മ. ശൂന്യതയിൽ നിന്നാണ് അദ്ദേഹം കേരളത്തിലെ NSS സ്കൂളുകളും കോളേജുകളും മറ്റ് ഇതര സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തത്. എന്നാൽ ഭാരതത്തിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായി തോന്നുന്നു, അതിശയകരമായി നമുക്ക് തോന്നുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കേരളത്തിൽ തലമുട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, BEd കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതെല്ലാം യുഗപ്രധാനമായ ശ്രീ മന്നത്തുവർമ്മനാഥന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. NSS പ്രസിഡന്റ് നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ KV രവീന്ദ്രനാഥൻ നായർ, ഉഷാ ഗോപിനാഥ്, R. ഹരീന്ദ്രനാഥൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ സ്റ്റേജുകളിലായി കലാമത്സരങ്ങളും നടന്നു. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കലാമത്സരങ്ങളുടെ സമ്മാനദാനം ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ നിർവഹിക്കും. കാരുണ്യ പ്രവർത്തികൾക്ക് ധനസഹായം നടത്തുന്നതിനായി ആലപ്പുഴ ഇന്നർവീൽ ക്ലബിന്റെ പ്രദർശന വിൽപ്പന മേളയ്ക്ക് തുടക്കമായി. ആലപ്പുഴ രാധാ കൺവെൻഷൻ സെന്ററിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നർവീൽ ക്ലബ് ഓഫ് ആലപ്പുഴയുടെ 21ാം പ്രദർശന വിൽപ്പന മേളയ്ക്കാണ് രാധാ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായിരിക്കുന്നത്. ഷോപ്പേഴ്സ് ഗാല 2014ന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിവിധയിനം ഉൽപ്പന്നങ്ങൾ പ്രദർശന വിൽപ്പന മേളയിൽ എത്തിച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഡ്രസ് മെറ്റീരിയൽസ്, മെൻസ് വെയർ, മേൽത്തരം കൈത്തറി വസ്ത്രങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസ്, ഡിസൈൻ സാരികൾ, ഹോം ഫർണിഷിംഗ് ഐറ്റംസ്, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ, രുചിയേറിയ ഭക്ഷണ വിഭവങ്ങളായ വിവിധയിനം കേക്കുകൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും മേളയ്ക്ക് മാറ്റുകൂട്ടുന്നു. വെള്ളിയാഴ്ച ആരംഭിച്ച് ഇന്നർവീൽ ക്ലബ് ഓഫ് ആലപ്പുഴയുടെ പ്രദർശന വിൽപ്പന മേള ഞായറാഴ്ച സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മേളയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം. മേളയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം പൂർണ്ണമായും പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചികിത്സാ ചെലവുകൾക്കും നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിനായും ഉപയോഗിക്കുമെന്ന് ഇന്നർവീൽ ക്ലബ് ഓഫ് ആലപ്പുഴയുടെ പ്രസിഡന്റ് സബിത ഷിബു പറഞ്ഞു. ആലപ്പുഴ ഇന്നർവീൽ ക്ലബിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഷോപ്പേഴ്സ് ഗാല തുടങ്ങിക്കഴിഞ്ഞു. 3 ദിവസമാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ YMCAയുടെ അടുത്തുള്ള രാധാ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിന് വിൽപ്പനയ്ക്കുമായി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ലാഭവും ഞങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മങ്കൊമ്പ് ശാഖയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പിൽ നടത്തിവന്ന അയ്യപ്പ ജ്യോതി ഭവന സന്ദർശന പ്രാർത്ഥനാ പരിപാടി വൃശ്ചികം 1 മുതൽ പുനരാരംഭിക്കുമെന്ന് സേവാ സംഘം പ്രസിഡന്റ് KC മോഹൻദാസ് അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. വേഴപ്ര കാപ്പിൽശ്ശേരി ലക്ഷം വീട്ടിൽ കൊച്ചുകുട്ടി ദാസപ്പൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചേന്നങ്കരി ചിറത്തറ വീട്ടിൽ മണിക്കുട്ടൻ നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരെ കരണ്ടു തിന്നുന്ന വൈദ്യുതി ബോർഡ്. പമ്പിംഗ് നടത്തിയതിന്റെ വൈദ്യുതി ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ചൂലുകൊണ്ടടിച്ചാൽ മാറുന്നതാണോ തലയിലെ മാലിന്യം? ഇന്ത്യയിലെ ഭരണാധികാരികളുടെ തലയിലാണ് മാലിന്യമെന്ന് അഡ്വക്കേറ്റ് പ്രതിഭാഹരി. മരുന്നിന് പോലും മരുന്നില്ലാതെ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി. മരുന്ന് ആവശ്യപ്പെടുന്നവർക്ക് ORS ഫ്രീ. ആനവണ്ടിയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും മന്തിയുറക്കം കടത്തിണ്ണയിൽ. കാവാലം ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറി KSRTC ജീവനക്കാർക്ക് തുറന്നു കൊടുക്കണമെന്ന് കാവാലം സൂര്യ ക്ലബ്ബ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.